അങ്ങനെ ഹീറോ ആണെങ്കിൽ അവന്റെ ക്ലിനിക്കിലേക്ക് വന്ന മാധവി എന്ന് പറയുന്ന പെണ്ണിന്റെ കണ്ണിലേക്കാണെങ്കിൽ സ്പെഷ്യൽ ഡിവൈസ് ഫിക്സ് ചെയ്ത് വിടുകയാണ്. ആ ഡിവൈസിലൂടെ ഹീറോയ്ക്കാണെങ്കിൽ മാധവിയുടെ കണ്ണിലൂടെയും അതുപോലെ അവളുടെ ഹസ്ബൻഡിന്റെ കണ്ണിലൂടെയും കാണാൻ കഴിയുന്നുണ്ടാവും. അങ്ങനെ ഇവനാണെങ്കിൽ ആ ലെൻസ് മാറ്റി മാധവിയെ ഡിഫറെന്റ് ആംഗിളിൽ നോക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇവനാണെങ്കിൽ ലവും കൂടി വരുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഹീറോ മാധവിയുടെ ഹസ്ബൻഡിന്റെ കണ്ണിലൂടെ അവളെ കാണുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് മാധവിയെ കയ്യിൽ കത്തിക്കൊണ്ടൊന്ന് ഇവനെ കുത്തിക്കൊല്ലുകയാണ്. അവൾ എന്തിനാണ് സ്വന്തം ഹസ്ബൻഡിനെ കൊന്നറിയാതെ ഇവനാണെങ്കിൽ കൺഫ്യൂസ് ആവുന്നുണ്ടാകും. അറ്റ് സെയിം ടൈം അവളുടെ വീട്ടിലേക്കാണെങ്കിൽ ആരോ ഒരാളെ വരുന്നുണ്ടാവും. അറ്റ് സെയിം ടൈം അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അടുത്ത ദിവസം അവളുടെ വീട്ടിൽ പോവുകയാണ്. പക്ഷെ മാധവി ആണെങ്കിൽ ഇവനെ ഒരാളായിട്ട് പോലും കണക്കാക്കുന്നുണ്ടാവില്ല. അവളോട് ഇത് വിടും. സോ കലിപ്പ് വരുന്ന ഹീറോ ആണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പോലീസിൽ പിടിച്ചോളാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഇവനാണെങ്കിൽ ആളിനെ സമയം നോക്കിയാൽ വീട്ടിൽ കയറുമുണ്ട്. അവിടെ നിന്നാണെങ്കിൽ മാധവി കൊല ന്യൂസ് കത്തിയും കൊണ്ട് ഇവന്റെ വീട്ടിലേക്ക് വരികയാണ്. അതേ സമയത്ത് മാധവി ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ കാണാനില്ലെന്ന് വന്ന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ആ കത്തി ഒരു പാസിലാക്കിയിട്ട് പോലീസിനെ അയച്ചു വിടും. അതിൽ മാധവിയാണ് അവളുടെ ഹസ്ബൻഡിനെ കൊന്നു എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അതിലാണെങ്കിൽ അഡ്രസ് ഉണ്ടാവില്ല. സോ പോലീസാണ് എടുത്ത് ഓർത്ത് വെക്കുകയാണ്. അതേ സമയത്ത് മാധവി ആണെങ്കിൽ ആരാണെന്ന് അറിയാത്ത പേഴ്സണുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്നുണ്ടാവും. നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ അത് കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പ്രീവിയസ് ചെക്ക് ചെയ്ത് നോക്കുക.